2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ ഉമ്മൻചാണ്ടിയുടെ പേരാണ് ഏറ്റവും ഒന്നാമത്. അതായത് ഏതൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വന്നാലും വന്നില്ലെങ്കിലും ഉമ്മൻചാണ്ടി മത്സര രംഗത്തുണ്ടാകും എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇത് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം എന്നാണ് സൂചന. ഉമ്മൻചാണ്ടി ഒരിക്കലും താൻ മത്സര രംഗത്ത് ഉണ്ടാകുമെന്ന് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. ആരോടും ഉമ്മൻചാണ്ടി അത് വ്യക്തമാക്കിയിട്ടുമില്ല. മത്സരിക്കാൻ താൻ സന്നദ്ധനല്ല എന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി തന്റെ കുടുംബാംഗങ്ങളോട്, വിശിഷ്യ മകനോടും മകളോടും അതോടൊപ്പം തന്നെ അവരുമായി അടുത്ത കേന്ദ്രങ്ങളോടും അറിയിച്ചിട്ടുള്ളത്. അതായത് പാർലമെന്ററി രംഗത്ത് നിന്ന് മാറി നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപരമായ നിലപാട്. പക്ഷേ ഉമ്മൻചാണ്ടി മത്സര രംഗത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ഏറെ പ്രമുഖർ ഉമ്മൻചാണ്ടി മത്സരിച്ചേ മതിയാകൂ എന്ന് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും അതിനായി കേരളത്തിലും അതോടൊപ്പം ഹൈക്കമാൻഡിലും മുഴുവൻ ചരടുവലിയും നടത്തുന്നത് UDF കൺവീനർ ബെന്നി ബെഹനാനാണ്. UDF കൺവീനർ ബെന്നി ബെഹനാൻ UDF കൺവീനർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പ്രതിപുരുഷൻ എന്നുള്ള രീതിയിലാണ് ബെന്നി ബെഹനാൻ അറിയപ്പെടുന്നത്. ഉമ്മൻചാണ്ടി എന്ത് ചിന്തിക്കുന്നോ അത് ബെന്നി ബെഹനാൻ നടപ്പാക്കും എന്നാണ് രാഷ്ട്രീയത്തിൽ ബെന്നി ബെഹനാന്റെ സ്ഥാനം. അപ്പോൾ ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം? ആർക്കാണ് ഉമ്മൻചാണ്ടി മത്സരിക്കേണ്ട ആവശ്യകത? ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമില്ല. മത്സര രംഗത്ത് താൻ നിൽക്കാൻ തയ്യാറല്ല. പാർലമെന്ററി രംഗത്ത് താൻ തൽക്കാലം വരുന്നില്ല. കോൺഗ്രസിന്റെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഉമ്മൻചാണ്ടിയുടെ വ്യക്തവും ശക്തവുമായ നിലപാട്. ആ നിലപാട് വളരെ മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയോട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനെ തുടർന്നാണ് അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയും തുടർന്ന് പ്രവർത്തക സമിതി അംഗവുമായത്, പ്രത്യേക സംസ്ഥാനത്തിന്റെ ചുമതല നൽകിയത്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി മത്സരിക്കാതിരുന്നാൽ ഒരു വിഭാഗം ആത്മഹത്യാപരമായ നിലപാടായിരിക്കും ഉമ്മൻചാണ്ടിയുടേത് എന്ന് വിലയിരുത്തുന്നു. ആ വിഭാഗത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്നത് ബെന്നി ബെഹനാനാണ്, UDF കൺവീനർ ബെന്നി ബെഹനാനാണ്. ആ തരത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രാഥമിക ചർച്ചകളിലൊക്കെ ഉമ്മൻചാണ്ടിയുടെ പേര് ഉറപ്പിച്ചുകൊണ്ട്, കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ആ പേര് ഉറപ്പിച്ചുകൊണ്ട് ബെന്നി ബെഹനാനും സംഘവും നീക്കങ്ങൾ നടത്തുമ്പോൾ കോൺഗ്രസിന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ 1-ാം നമ്പർകാരൻ ഉമ്മൻചാണ്ടി തന്നെയാണ്. ഏതു സീറ്റിലാണ് ഉമ്മൻചാണ്ടി മത്സരിക്കുക? അത് ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്ന സീറ്റിൽ ഉമ്മൻചാണ്ടി മത്സരിക്കും. കേരളത്തിൽ ഏതു സീറ്റിൽ നിന്നാലും ഉമ്മൻചാണ്ടി വിജയിക്കും എന്നാണ് ബെന്നി ബെഹനാൻ ടീമും ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം വിജയ മണ്ഡലങ്ങൾ എന്നാണ് ബെന്നി ബെഹനാനും സംഘത്തിന്റെയും റിപ്പോർട്ട്. ആ ആത്മവിശ്വാസം ബെന്നി ബെഹനാനും സംഘവും ഹൈക്കമാൻഡിന് നൽകുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ 1-ാം നമ്പർ പേരുകാരൻ ഉമ്മൻചാണ്ടിയാണ്. വിജയികളുടെ ആരൊക്കെ വിജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കണക്കെടുത്താലും അതിൽ 1-ാം നമ്പർകാരൻ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്കാണ് സാഹചര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി എത്ര ഓടി ഒളിച്ചാലും, ഉമ്മൻചാണ്ടി എത്ര പിന്നോട്ട് മാറിയാലും വ്യക്തിപരമായ നിലപാടുകൾ ഉമ്മൻചാണ്ടിക്ക് മാറ്റിവെക്കേണ്ടി വരും. ഉമ്മൻചാണ്ടി മത്സരിച്ചേ മതിയാകൂ എന്ന കണക്കുകൂട്ടലാണ് എ വിഭാഗം പോകുന്നതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം. അതിനവർ കാരണമായി പറയുന്നത് എ വിഭാഗം നേതാക്കളുമായി ഹെറാൾഡ് ന്യൂസ് TV ബന്ധപ്പെടുമ്പോൾ അതിലെ രാഷ്ട്രീയ വിശകലനം ആ തരത്തിലാണ്. ഹെറാൾഡ് ന്യൂസ് TV എ ഗ്രൂപ്പ്, കോൺഗ്രസ് എ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിക്കുകയും അവരുടെ രീതിയിൽ നിന്ന് രൂപീകരിച്ച ആശയം രാഷ്ട്രീയ നിരീക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ അവർ പറയുന്നത് ഉമ്മൻചാണ്ടി മത്സരിച്ചേ മതിയാകൂ എന്നാണ്. അതിന് കാരണമാകുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറെ പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് കോൺഗ്രസിന് കേരളം. നിലവിലെ അവസ്ഥയിൽ ഏറ്റവും കുറഞ്ഞത് 15 സീറ്റിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും. അതായത് 20 സീറ്റിൽ 15 ഷുവർ സീറ്റുകൾ ഇവിടെ UDF-നുണ്ട് കേരളത്തിൽ. ആ രീതിയിലാണ് കണക്കുകൂട്ടലുകൾ വരുന്നത്. അങ്ങനെ ഏറ്റവും നിർണായകമായ വിജയം UDF കൈക്കൊള്ളാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ഉമ്മൻചാണ്ടി മാറി നിന്നാൽ, യാതൊരു വിധത്തിലും ഇടപെടാതെ ഉമ്മൻചാണ്ടി മാറി നിന്നാൽ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുക്കുക
പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരിക്കും. രമേശ് ചെന്നിത്തല ഐ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചാണ് നിൽക്കുന്നത്. മറ്റൊന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടിയുമായി വളരെ ഐക്യപ്പെട്ടു പോകുന്ന ഒരാളല്ല, എ ഗ്രൂപ്പുമായി വളരെ ഐക്യപ്പെട്ടു പോകുന്ന ഒരാളല്ല. ഒരു മിഡ് സ്റ്റാൻഡ് എടുക്കുന്ന വ്യക്തിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുല്ലപ്പള്ളി രാമചന്ദ്രനെ വിശ്വസിക്കാൻ കൊള്ളില്ല ഗ്രൂപ്പ് രാഷ്ട്രീയം, കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം കണക്കാക്കുമ്പോൾ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും വിജയപ്രതീക്ഷയുള്ളതും 16 സീറ്റുകളിൽ UDF വിജയിക്കുമെന്നുള്ളതാണ് കണക്ക്. ഇനി എത്ര പോയാലും 15 സീറ്റ് UDFന് ഉറപ്പാണ്. അങ്ങനെ ഏറ്റവും വലിയ വിജയം UDFന് വരുന്ന ഒരു മുഹൂർത്തത്തിൽ ആ കോൺഗ്രസിന്റെ തന്നെ നെടുനായകത്വം വഹിക്കുന്ന ഉമ്മൻചാണ്ടി മത്സരിക്കാതെ മാറി നിന്നാൽ പിന്നെ ആ വിജയത്തിന്റെ ക്രെഡിറ്റിൽ എ ഗ്രൂപ്പിന് ഒന്നും കിട്ടാതെ പോകും. ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ KPCC പുനർസംഘടന വരുന്നുണ്ട്. KPCC പുനർസംഘടന വരുമ്പോൾ അവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ നിർണായകമാകുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം, ആ വിജയത്തിന് അവകാശികൾ ഏറി വരികയും അവർ വീതം വെപ്പലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എ ഗ്രൂപ്പിന് വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലും എ ഗ്രൂപ്പ് ബുദ്ധിജി കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടി മത്സരിക്കേണ്ട ആവശ്യകത എ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നതും അതിന്റെ നായക സ്ഥാനത്ത് അതിന്റെ ആ കോർഡിനേഷന് ബെന്നി ബെഹ്നാനെ ചുമതലപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നത്. ബെന്നി ബെഹ്നാൻ ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത്, ഹൈക്കമാൻഡിന് മുന്നിൽ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടി മത്സരിച്ചേ മതിയാകൂ എന്ന തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകും. രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയോട് നിർദ്ദേശിക്കും, ഉമ്മൻചാണ്ടി മത്സരിച്ചേ മതിയാകൂ. ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ ഒന്നാമനായി ഉമ്മൻചാണ്ടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന നിരീക്ഷണങ്ങൾ. അതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന രാഷ്ട്രീയം ഈ തരത്തിലാണ്. അത് കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. ആ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ മുതലാക്കുക എന്നുള്ള സമർത്ഥമായ തന്ത്രം എ ഗ്രൂപ്പിന്റെ ബുദ്ധിവികാരന്മാർ എടുക്കുമ്പോഴാണ് ഈ തരത്തിൽ കാര്യങ്ങൾ പോകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15ഓളം സീറ്റുകൾ നേടി UDF വരുമ്പോൾ അവിടെ ഉമ്മൻചാണ്ടി മത്സര രംഗത്തില്ല എങ്കിൽ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഐ ഗ്രൂപ്പും ഏറ്റെടുത്തു കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ പുതിയ സമവാക്യങ്ങളുമായി രംഗപ്രവേശം ചെയ്യും. ഫലത്തിൽ എ ഗ്രൂപ്പ് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോകും, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകും. അങ്ങനെ വരികയാണെങ്കിൽ 2 വർഷത്തിനു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പിന് ഗണ്യമായ തിരിച്ചടി ഉണ്ടാകും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ KPCC പുനർസംഘടന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരും. ആ ഘട്ടത്തിലും എ ഗ്രൂപ്പ് പിന്നാക്കം പോകും. എ ഗ്രൂപ്പിന് സംസ്ഥാനത്ത് നിലയില്ലാ കയത്തിലേക്ക് പോകും. കാരണം ഉമ്മൻചാണ്ടിയാണ് അതിന്റെ തലത്തൊട്ടപ്പൻ. അതോടൊപ്പം തന്നെ MM ഹസനെ പോലെയുള്ളവർ ഉമ്മൻചാണ്ടിയിൽ നിന്ന് വിഘടിച്ചു മാറിയിരിക്കുന്നു. AK ആന്റണി സ്വന്തം മകൻ അനിൽ ആന്റണിയെ കോൺഗ്രസ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇറക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനെ പിൻപറ്റി മറ്റൊരു വിഭാഗം എ ഗ്രൂപ്പിൽ തന്നെ ധ്രുവീകരണം ഉണ്ടാകും. അങ്ങനെ എ വിഭാഗം ചിന്നിച്ചിതറുകയും ആ തരത്തിൽ എ വിഭാഗം ശോഷിച്ചു പോകാനും ചെയ്യുന്ന സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ ഉമ്മൻചാണ്ടി ആക്റ്റീവ് പൊളിറ്റിക്സിൽ, ആക്റ്റീവ് ലീഡർഷിപ്പിൽ, ആക്റ്റീവ് പാർലമെന്ററി പൊളിറ്റിക്സിൽ വരണം. അതിന് കാരണമാകുന്നത് BJP ഇതര സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ ക്യാബിനറ്റ് റാങ്കിൽ ഉമ്മൻചാണ്ടി പ്രതിഷ്ഠിക്കപ്പെടും. അങ്ങനെ ക്യാബിനറ്റ് പോർട്ട്ഫോളിയോയിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സംഘടനാ തലത്തിലും പാർലമെന്ററി തലത്തിലും അനിശ്ചിതനാവുകയും സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എ ഗ്രൂപ്പിന്റെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയെടുക്കാനും കഴിയും. അതുകൊണ്ട് ഉമ്മൻചാണ്ടി മത്സരിക്കണം. ഇതേ രീതിയിലുള്ള വർക്കൗട്ട് സാമുദായിക രംഗത്ത്, മതരംഗത്തും നടപ്പാക്കുന്നുണ്ട് ബെന്നി ബെഹ്നാനും ടീമും. ഓർത്തഡോക്സ് വിഭാഗം വളരെ കൃത്യമായ ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നു. ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഔദ്യോഗിക ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഉമ്മൻചാണ്ടി മത്സര രംഗത്തുണ്ടാകണം എന്നുള്ളതാണ്. ഈ തരത്തിൽ ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കാതിരിക്കാൻ ആകില്ല എന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒന്നാമൻ.